ശബരിമല ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾക്കായി താഴമൺ മഠം കണ്ഠരര് ബ്രഹ്മദത്തനെ നിയോഗിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ, അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ രാജു, അഡ്വക്കേറ്റ് പി ഡി സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. ബോർഡ് തീരുമാനം തിങ്കളാഴ്ച ഹൈക്കോടതിയെ അറിയിക്കും. ശബരിമല തന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിലാണ് നിലവിലെ തന്ത്രി കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തനെ ചിങ്ങം 1 മുതൽ തന്ത്രിയായി തിരഞ്ഞെടുക്കാനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം അംഗീകാരം നൽകിയ കാര്യം ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിനെ അടുത്ത ദിവസം കോടതി ചേരുന്ന തിങ്കളാഴ്ച അറിയിക്കും. തുടർന്ന് കോടതിയുടെ അനുമതിയോടെ ചിങ്ങം 1 മുതൽ താന്ത്രിക ക്രിയകൾ ചെയ്യാനായി ബ്രഹ്മദത്തനെ നിയോഗിക്കുന്ന തരത്തിലാണ് നിലവിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. കണ്ഠരര് രാജീവരുമായി ബന്ധപ്പെട്ട ഉണ്ടായ വിവാദങ്ങളെ തുടർന്നാണ് അടുത്ത തന്ത്രി ആരാകണം എന്ന കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അതിനെ അനുകൂലിക്കുന്ന ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കുക എന്ന നടപടിയായിരിക്കും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. അതിനുശേഷം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് കിടക്കുക. നേരത്തെ തന്നെ അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ താന്ത്രിക ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണമെന്നും പകരം മകൻ ബ്രഹ്മദത്തനെ പരിഗണിക്കണമെന്ന ആവശ്യം കത്ത് മുഖേന കണ്ഠരര് രാജീവര് ബോർഡിനെ അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് ബ്രഹ്മദത്തനെ താന്ത്രിക ചുമതലകൾ നൽകിയാൽ അത് ഏതെങ്കിലും തരത്തിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നിലവിലെ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ വിദഗ്ധ സമിതിക്ക് അതുമായി ബന്ധപ്പെട്ട ചുമതല കൈമാറിയത്. തുടർന്ന് വിദഗ്ധ സമിതി വിശദമായി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ബ്രഹ്മദത്തന് തന്ത്രി ചുമതല വഹിക്കാം, മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്ന കാര്യം ദേവസ്വം ബോർഡിനെ അറിയിക്കുകയും ബോർഡ് വിശദമായ കാര്യത്തിൽ ഒരു ചർച്ച നടത്തി ഹൈക്കോടതിയിൽ അനുകൂല തീരുമാനം അറിയിക്കാനുള്ള ഒരു നിലപാടിലേക്ക് ഇപ്പോൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.